ഇപ്പോൾ CPM-ന്റെ സൈബർ സേനയ്ക്ക് നമ്മുടെ പുതിയ മന്ത്രിസഭയിൽ വേറെ കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിലെല്ലാം ബന്ധു നിയമനമാണ് ഈ മന്ത്രിസഭയിൽ എന്നുള്ളത്. അതായത് ഒന്നുകിൽ നേതാവായ അച്ഛൻ്റെ മകൻ മന്ത്രിയാകുന്നു, MP-യുടെ ഭാര്യ മന്ത്രിയാകുന്നു. ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇത് കോൺഗ്രസ്സുകാർ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം. MP ഗോവിന്ദനോ പിണറായി വിജയനോ ചെയ്താൽ ഇതിവിടെ വലിയ വിഷയമായി മാറുന്നു എന്നുള്ളതാണ് അവരുടെ വാദം. അത് വളരെ വിചിത്രമായ വാദമാണ്. എന്നാലും നമുക്കെല്ലാവർക്കും അറിയാം കോൺഗ്രസ്സിൽ പണ്ട് പോലെ ഇതുള്ളത് തന്നെയാണ്. ഇതിനെ എതിർക്കുകയും സദാസമയം ഇതിനെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന CPM നേതാക്കന്മാർ ഒടുവിൽ കോൺഗ്രസ് ലൈനിലേക്ക് വന്നതാണ് നമ്മൾ പലപ്പോഴും വിമർശിച്ചിരുന്നത്. അതായത് കോൺഗ്രസിനെ നമ്മൾ ഇക്കാര്യത്തിൽ വിമർശിക്കേണ്ട കാര്യമില്ല. കാര്യം പണ്ട് പോലെ അവിടെ ഇത് ഒരു ആചാരമായി നടപ്പിലാക്കുന്ന ഒരു കാര്യം. നമുക്ക് അറിയാമല്ലോ, കോൺഗ്രസിൽ ഇപ്പൊ തന്നെ ദേശീയ തലത്തിൽ നോക്കുക. ഇന്ദിരാഗാന്ധിക്ക് ശേഷം കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധി വരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം സഞ്ജയ് ഗാന്ധി വരും എന്നിരിക്കുമ്പോഴാണ് അദ്ദേഹം വിമാനാപകടത്തിൽ മരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഈ രാഷ്ട്രീയമേ വിഷയമല്ലാതിരുന്ന രാജീവ് ഗാന്ധി അപ്പോഴും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് അമ്മ മരിച്ചു കഴിയുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവന്നു. പക്ഷേ അമ്മ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ സിഖ് മറ്റേ ഇവരുണ്ടല്ലോ ആക്രമണത്തിൽ, സിഖ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ, സെക്യൂരിറ്റി ജീവനക്കാരുടെ ആക്രമണത്തിൽ അമ്മ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുമ്പോൾ ആണ് ഇദ്ദേഹം പ്രൈം മിനിസ്റ്ററായിട്ട് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഏറെ നാൾ തുടരാൻ കഴിഞ്ഞില്ല. അമ്മ മരിച്ച് കൃത്യം 7 വർഷം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹവും തീവ്രവാദികളുടെ അത് തമിഴ് പുലികളുടെ ആക്രമണത്തിൽ അദ്ദേഹവും കൊല്ലപ്പെടുകയാണ്. പിന്നീട് എന്താണ്, രാജീവ് ഗാന്ധിയുടെ മക്കളായിട്ടുള്ള പ്രിയങ്കയ്ക്കും രാഹുൽ ഗാന്ധിക്കും ആ സമയത്ത് പ്രായമില്ല, ജൂനിയേഴ്സാണ് തികച്ചും. അങ്ങനെയാണ് ഇറ്റലിക്കാരിയായിട്ടുള്ള സോണിയാഗാന്ധി കോൺഗ്രസിന്റെ അദ്ദേഹം സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വരെ ഇവിടെ നീക്കം നടന്നു. പിന്നെ അന്ന് മമതാ ബാനർജി അല്ലേ, മമതാ ബാനർജി അന്ന് സുഷമ സ്വരാജും ഉമാഭാരതി മമതാ ബാനർജി അല്ലേ, ഉമാഭാരതി ചേർന്നാണ് ഇത് തടഞ്ഞത്. അവരാണ് ആത്മാഹൂതി ഭീഷണി മുഴക്കി. ഇവര് പ്രധാനമന്ത്രിയായ സോണിയാഗാന്ധി അക്കാര്യത്തിൽ മഹത്വം കാണിച്ചു. അങ്ങനെ മാറിക്കൊണ്ട് അവർ ചെയ്ത ഏറ്റവും നല്ല കാര്യം മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ലോക പ്രശസ്തന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അപ്പൊ അങ്ങനെയാണ് കോൺഗ്രസിൽ കുടുംബത്തിലല്ലാതെ ഒരാള് പ്രധാനമന്ത്രി സ്ഥാനത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ നമ്മളിപ്പോൾ ഇനി തിരുത്താൻ പറ്റില്ല. എല്ലായിടത്തും അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, കേരളത്തിലോട്ട് വന്ന കെ കരുണാകരൻ മുരളീധരനെ ഇറക്കുന്നു. രമേശ് ചെന്നിത്തല AK ആന്റണിയും മക്കളെ ഇറക്കിയിട്ടില്ല. AK ആന്റണിയുടെ മകൻ ഇറങ്ങിയത് BJP-യിലേക്ക്, കോൺഗ്രസിന്റെ സൈബർ സേനയുടെ തലവനായിരിക്കുമ്പോഴാണ് അദ്ദേഹം BJP-യിലേക്ക് പോകുന്നത് അല്ലേ, അനിൽ K ആന്റണി. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഇടതു മുന്നണിയിൽ ശരി CPM അവിടെ നിൽക്കട്ടെ. CPI-യിലെ എത്ര നേതാക്കന്മാരെ മക്കളാണ് ഉള്ളത്? മന്ത്രി CK വിശ്വനാഥൻ CPI മകൻ. പിന്നെ ആരാണ്? KP രാജേന്ദ്രൻ, KP പ്രഭാകരന്റെ മകൻ. ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നീണ്ട ലിസ്റ്റാണ്. CPI-യുടെ നേതാക്കന്മാരെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളായിരുന്നു. പിന്നെ സുബാല് പക്ഷേ മന്ത്രിയായില്ല. മന്ത്രിയല്ലേ, MLA PK ശ്രീനിവാസന്റെ അദ്ദേഹം മന്ത്രിയായിരുന്നു. MLA ആയിട്ടുള്ള പുല്ലൂർ MLA. അങ്ങനെ പിന്നെ നമുക്കറിയാം സമ്പത്ത് അതെ. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും മക്കള് വന്നിട്ടുണ്ട്. ആരുടെയാ വരാതിരിക്കുന്നത്? സുജിത്ത് വിജയൻപിള്ളയുടെ അത് പിന്നെ LDF-ലെ മന്ത്രിസ്ഥാനമാണ്. ഗണേഷ് കുമാർ നീണ്ട പട്ടിക LDF വന്ന്. പിന്നെ ഇവർ കൊണ്ടുവന്ന ജോസ് കെ മാണി കഴിഞ്ഞ തവണ ജയിച്ചിരുന്ന ജോസ് കെ മാണി മന്ത്രിയാകത്തില്ല. അപ്പൊ ഇതിനകത്ത് എന്താണ് പ്രശ്നം? അത് CPM സൈബർ സഖാക്കള് അല്ലെങ്കിൽ CPM-ന്റെ മുതിർന്ന നേതാക്കൾ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. കോൺഗ്രസിൽ ഇതൊരു കീഴ്വഴക്കമാണ് അല്ലേ? അതെ, കോൺഗ്രസിലെ മക്കളുടെ രാഷ്ട്രീയവും ഇപ്പൊ ശ്രീകണ്ഠന്റെ ഭാര്യ K തുളസി കോങ്ങാട് വളരെ സീനിയറാണ്. അവര് ശ്രീകണ്ഠനേക്കാൾ മുമ്പ് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. പിന്നെ വനിതാ കമ്മീഷൻ അതിന് മുമ്പ് അവര് പല പദവികളിൽ വഹിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ അതായത് ശ്രീകണ്ഠൻ അവരെ വിവാഹം കഴിച്ചെന്നേ ഉള്ളൂ. അവരതിനു മുമ്പ് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും 2 വ്യക്തികളാണ്. ഇതുപോലെയല്ല, അത് ഇവര് ഭാര്യയും ഭർത്താവുമാണ്. ഇത്തവണ കൊടുത്തു. അപ്പോൾ CPM-ൽ എന്താ സംഭവിക്കുന്നത്? CPM-ൽ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു കീഴ്വഴക്കമില്ലാത്ത രാഷ്ട്രീയ പാർട്ടി. കേരളത്തിലെ ഒരിക്കലും മക്കളുടെ രാഷ്ട്രീയമോ ബന്ധു രാഷ്ട്രീയമോ പ്രോത്സാഹിപ്പിക്കാത്ത ഏക രാഷ്ട്രീയ പാർട്ടിയായിരുന്നു CPM. അവിടെയാണ് ഇദ്ദേഹം വിജയരാഘവൻ ഭാര്യ ബിന്ദുവിനെ നിർത്തി മത്സരിപ്പിച്ച് മന്ത്രിയാക്കുന്നത്. ഗോവിന്ദൻ MP ഗോവിന്ദൻ എന്ത് ചെയ്യുന്നു?
അദ്ദേഹത്തിന്റെ സീറ്റിൽ അദ്ദേഹത്തെ ഭാര്യ നിർത്തി ജയിച്ചാൽ തവണ അവർ മന്ത്രി. അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഏതായാലും കാലക്കേടിന് ജയിച്ചില്ല. പക്ഷേ നിങ്ങളുടെ ഈ താരതമ്യം ഇപ്പം നിങ്ങളിപ്പോൾ ഇപ്പം നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കെ മുരളീധരൻ, സീതി ഹാജിയുടെ മകനായിട്ടുള്ള പി കെ ബഷീർ, ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരങ്ങ് വിട്ടുപോയി, പിന്നെ ഈ തുളസിയുണ്ട്. ഇതൊന്നും ബന്ധു നിയമനമല്ലേ? ഇതൊന്നും ഇവർ ചെയ്യുമ്പോൾ ടി എം ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ്, ഷിബു ബേബിയോണിന്റെ മകൻ ഷിബു ബേബിയോൺ, ഇതൊന്നും നിങ്ങൾ ചെയ്യുമ്പോൾ ഇല്ല, ഞങ്ങൾ ചെയ്യുമ്പോഴേ ഈ കുഴപ്പമുള്ളോ എന്ന് ചോദിച്ചാണ് ഇവരുടെ സൈബർ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, CPM-ൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. CPM ഒരിക്കലും മക്കൾ രാഷ്ട്രീയത്തെയോ ബന്ധു രാഷ്ട്രീയത്തെയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടി ആയിരുന്നില്ല. ഇവിടെ ഒരു സംശയമുള്ളത്, ഈ ഇത്തരത്തിലുള്ള ഈ പ്രചാരണത്തിന് പിന്നിൽ ഇത്തവണ സീറ്റ് കിട്ടാതെ പോയ കിണറുകോലുമാണോ അച്ഛനോടുള്ള ഈ CPM-ന്റെ ദ്രോഹത്തിനുള്ള പ്രതികാരം വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു? അല്ല, അതല്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത വിധം അശക്തരാണ് ആര്? ഈ പറയുന്ന ആളുകൾ, ഇവരുടെ ഇവരുടെ അണികൾ നേതാക്കന്മാർക്ക് തല ഉയർത്തി പിടിക്കാൻ പറ്റുന്നില്ല, അണികൾക്ക് വെളിയിലേ ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അണികൾ പോരാടിക്കൊണ്ടിരുന്നത്. അവർക്കറിയായിരുന്നു ഇത് തോറ്റുപോകുന്നു. അങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം വേറെ എന്തെങ്കിലും വിഷയം പറയണമല്ലോ, അതിനാണ് ഇത് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വന്നു. അതിന് വേറെ ഒന്ന് ഇവർ പറഞ്ഞത് എന്താണ്, 15-ാം തീയതിയായി എവിടെ ഞങ്ങളുടെ സൗജന്യ യാത്ര. അതെ. അപ്പോൾ ഇന്നലെ തന്നെ സതീശന്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ചില്ലേ? VD സതീശന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം 1-2 കാര്യങ്ങൾ പറഞ്ഞു. എന്താ ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി കൊടുത്തു. അതുപോലെ കാറ് മാറിയ സംഭവം, അതുപോലെ രസകര കാര്യം, ഇതിന്റെ കറുത്ത കാറ് വേണ്ടെന്ന് പറഞ്ഞതിന്റെ പിന്നിൽ ജ്യോതിഷമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ഉണ്ട്. അത് പിണറായി ജ്യോതിഷം നോക്കിയാണ് കറുത്ത കാറ് വാങ്ങിച്ചതെങ്കിൽ ആ സതീശന് ഇഷ്ടപ്പെടാത്തത് എന്തോ ജ്യോതിഷം കണക്കാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് അങ്ങനെ അല്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? പിണറായിക്കെതിരെ വീഴുന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ പിണറായി വിജയൻ നേരിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ VD സതീശൻ എങ്ങനെയല്ല, അദ്ദേഹത്തിനെതിരെ എന്താരോപണം എപ്പോൾ ഉയരുന്നോ അപ്പം പുള്ളി അതിന് മറുപടി എടുക്കും. പത്രക്കാരൻ ഇറങ്ങി ഓടില്ല. അത് എന്നിട്ട് പുള്ളി പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു, ഞാൻ ഇന്നലെ 7 സ്ഥലത്ത് പോയി, 7 സ്ഥലത്ത് നിങ്ങൾക്ക് ബൈറ്റ് തന്നില്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ നിന്നില്ലേ, നിങ്ങൾ ഇങ്ങനെ കൂടെ എൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരു പ്രശ്നം എന്താ, ഇദ്ദേഹം അവസാനം ഇവരോട് കടക്കുപുറത്ത് പറയേണ്ടി വരും. അത് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ബ്രീഫിങ് ഉണ്ടാവുകയെന്ന് വിചാരിക്കും. അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം മൈക്കും കുത്തി തിരികെ കൊണ്ടുപോകുന്ന ഈ ചാനൽ സംസ്കാരം. ഞാൻ രാവിലെ ഇങ്ങനെ നടന്നു വരുമ്പം കിഴക്കോട്ടിലോട്ട് നടന്നു വരുമ്പം ഗണപതി അമ്പലത്തിൻ്റെ മുന്നിൽ വൻ മാധ്യമ കൂട്ടം. അപ്പോൾ അതിൻ്റെ സുഹൃത്തെ മാധ്യമപ്രവർത്തകൻ എന്താ സംബന്ധിച്ചു കെ മുരളീധരൻ അവിടെ അദ്ദേഹം രാവിലെ പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം അമ്പലത്തിൽ പോകാൻ പോലും വിടാത്ത രീതിയിൽ സ്വകാര്യതയില്ല. അത് അതിനെ നമുക്ക് ഒരിക്കലും ഈ രീതിയിലുള്ള മാധ്യമ ഞാൻ വളരെ താല്പര്യത്തോട് നോക്കിയിരിക്കുന്നതൊന്നുമല്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അസംബ്ലിയിൽ വരണമല്ലോ, അവിടെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ആദ്യ പത്രസമ്മേളനം എങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ ഇല്ല, ഒരു കാരണവശാലും നിലവിൽ വരാൻ സാധ്യതയില്ല. കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം വരും. എന്താണെന്നറിയോ? നിലവിൽ വന്ന ചോദ്യം മുഴുവൻ തോൽവിയെക്കുറിച്ചും പാർട്ടിക്ക് അദ്ദേഹത്തിനെതിരെ അതിന് മറുപടി പറയാൻ വീണ്ടും അദ്ദേഹം കടക്കുപുറത്ത് പറയേണ്ടി വരും. ഞാൻ മുഖ്യമന്ത്രിയാണെന്നുള്ള വിവരം മറന്നു വെച്ച് ഇയാൾ കടക്കുപുറത്ത് പറഞ്ഞ മാധ്യമപ്രവർത്തകർ അവിടെ എടുത്തിട്ട് ശരിക്കും ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഇപ്പോൾ അയാളെ ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും ശരി, വളരെ മികച്ച ഒരു തുടക്കത്തിൽ ആണ് മന്ത്രിസഭയുടെ. അപ്പം ഇമാതിരിയുള്ള ചോദ്യങ്ങളൊക്കെ പലരും രംഗത്തെത്തും. അപ്പോൾ അത് കണ്ടിട്ട് വേറെ ഒന്നും ചോദിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ബാലിശമായ ചോദ്യങ്ങളുമായിട്ട് രംഗത്ത് വരിക മാത്രമാണ് സൈബർ സഹാക്കളുടെ പണി.